ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് വളരെ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്താണ്. സ്ഥലത്തിന്റെ പേര് മലരിക്കൽ പാടം. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തരംഗമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല. ഒരുപാട് ആമ്പലും താമരയൊക്കെ നിൽക്കുന്ന ഒരു പ്ലേസ് ഉണ്ട് പാടത്ത്. അപ്പോൾ ഇപ്പം മനസ്സിലായിണ്ടാവില്ലേ ആ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത്രയും നല്ലൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ സുന്ദരിയായിട്ടുള്ളൊരു കാർ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, Volkswagen Polo ആണ്. പോളോ TSI BS6 പുതിയതാണ്. 1 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു ഡ്രൈവ് പോവാം. ഓൾറെഡി പോളോ യൂസ് ചെയ്യുന്നൊരു യൂസറാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രൈവ് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറയും. കാരണം ഞാൻ ഈ പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ ആദ്യം പറഞ്ഞുതരും. വണ്ടി എടുക്കാം. യാ ഞാനേ ആദ്യം തന്നെ ഇതിന്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. കാര്യം 1 ലിറ്റർ എഞ്ചിനിലേക്ക് വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മുടെ എഞ്ചിന്റെ റെസ്പോൺസ് എന്നൊന്നും അറിയാം. നല്ല റോഡല്ല എങ്കിലും അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു 1.6 എഞ്ചിനാണ്. അപ്പോൾ ഇത് തന്നെ വന്നിട്ട് 1.2 ലിറ്റർ എഞ്ചിനായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വന്നിട്ട് പവർ എന്ന് പറയുന്നത് 75 bhp. അത് ഇപ്പം 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ എല്ലാവരും സംശയത്തോടെ നോക്കുന്നുണ്ടാവും, പവർ ഡ്രോപ്പ് ആയത് കുറഞ്ഞിട്ടുണ്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ അറിഞ്ഞ വിവരം വെച്ചിട്ട് പവർ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. 75 bhp എന്നുള്ളത് 110 ആക്കിയിട്ടുണ്ട്. അത് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പൊ അത് അതിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ ടോർക്കിലും മാറ്റമുണ്ട്. 95 Nm ആയിരുന്നു, അത് മാറിയിട്ട് 175 വന്നിട്ടുണ്ട്. 175 നല്ലൊരു ഹ്യൂജ് ഡിഫറൻസ് അതിലും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഡ്രൈവിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. കാര്യമായ എക്സ്റ്റീരിയറിലോ ഇന്റീരിയറിലോ ഒന്നും അങ്ങനത്തെ മാറ്റങ്ങളല്ല മെയിൻലി കൊണ്ടുവന്നിരിക്കുന്നത്. എൻജിനിൽ വന്ന കുറേ മാറ്റങ്ങളാണ്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മാറ്റങ്ങളാണ്. അത് പോളോ എന്ന് പറയുന്ന വണ്ടീനെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടാണ് എടുത്ത് പറയുന്ന ഒരു കാര്യം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും പുതിയൊരു പോളോയിൽ ഇത്രയും കാര്യങ്ങൾ എൻജിനിൽ മാറ്റങ്ങൾ വരുമ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ലിജോയ്ക്ക് ഇതിന്റെ ഡാഷ്ബോർഡ് കണ്ടിട്ടുണ്ടോ? ഡാഷ്ബോർഡ് ആക്ച്വലി ഫുൾ ബ്ലാക്ക് ഒരു ഫിനിഷിംഗ് ആണ്. അങ്ങനെ നോർമൽ നമ്മൾ ബീച്ച് കളറൊക്കെയാണ് കാണാറ്. ശരിക്കും ഈ പോളോയുടെ ടെക്നിക്ക് തന്നെ അത് തന്നെയാണ്. നമുക്ക് സേഫ്റ്റിയാണ് അവർ നോക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആ കളർ. അതായത് നമുക്ക് ഗ്ലെയർ അടിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വിസിബിലിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് സ്ക്രാച്ച് ഉണ്ടാവില്ല, നഖമൊക്കെ വെച്ച്. അതെ. പിന്നെ വന്നിട്ടെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ജർമ്മൻ കാറുകളെല്ലാം ഇതിന് മുമ്പും നമ്മൾ കണ്ടിരിക്കുന്ന വാഹനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഇതിന്റെ AC വെന്റ്സ് ശ്രദ്ധിച്ചോ? പാസഞ്ചറിനും ഡ്രൈവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഐ മീൻ ക്ലൈമറ്റ് കൺട്രോൾ അല്ല, ഓഫ് ആക്കാൻ. ഇപ്പൊ എനിക്ക് AC വേണ്ടെങ്കിൽ ഓഫ് ആക്കാം, ഇവർക്ക് AC വേണ്ടെങ്കിൽ ഓൺ ആക്കാം. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തിടാം. അതുപോലെ തന്നെ 5 ഗിയർ ട്രാൻസ്മിഷൻ ആയിരുന്നു ഇതിന് മുമ്പത്തെ മോഡല്. അത് 6 ഗിയർ ആയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്, പക്ഷെ നല്ലൊരു ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് അത്. അതുപോലെ ലിജോ ഇതിന്റെ സ്റ്റിയറിംഗിന്റെ എന്താ പറയാ, സ്റ്റിയറിംഗ് ഷേപ്പ് ശ്രദ്ധിച്ചോ? ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. റൗണ്ട് ഷേപ്പ് സ്റ്റിയറിംഗുകളാണ് കാണാൻ. പോളോയിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു കട്ടിങ്. അതെ, അതായത് ഈ ഡ്രൈവിംഗ് സമയത്ത് ഈ നമ്മുടെ കാലുമായിട്ടൊന്നും ഒരേത്തൊന്നുമില്ല. പിന്നെ വന്നിട്ട് ഇതൊരു സ്പോർട്ടി ലുക്ക് തരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗിലും അതൊക്കെ എല്ലാ എലമെന്റിലും അത് ആഡ് ചെയ്തിട്ടുണ്ട്, സ്പോർട്ടി. അതുപോലെ ഈ എനിക്ക് ടെലിസ്കോപ്പിക് ആൻഡ് ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. നമുക്ക് ഹൈറ്റ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ലോങ് ഡ്രൈവിനും എനിക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. അതെ. പിന്നെ ലോങ് ഡ്രൈവ് ഞാൻ പറഞ്ഞല്ലേ, എന്റെ പോളോയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ക്ഷീണോ കാര്യങ്ങളൊന്നുമില്ല, നല്ല കംഫർട്ടബിൾ ആണ്. സീറ്റിംഗ് ആയപ്പോലും വളരെ കംഫർട്ടായിട്ട് എനിക്ക് തോന്നി. അതെ, സീറ്റിംഗ് എല്ലാം വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് കറക്റ്റ് നമ്മുടെ ആ ഷേപ്പിനനുസരിച്ചിട്ട് തന്നെയാണ്
എനിക്ക് തോന്നുന്നു ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ എനിക്ക് നെഗറ്റീവ് അല്ല, പക്ഷെ വേണമെങ്കിൽ കൊണ്ടുവരാമെന്നൊരു കാര്യം ഞാൻ പറയാം. ഇത്രയും വണ്ടികൾ കോമ്പറ്റീറ്റീവ് ആയിട്ട് ഉള്ളതുകൊണ്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് കൊണ്ടുവരായിരുന്നു, വേണമെങ്കിൽ കൊണ്ടുവരായിരുന്നു. ക്ലസ്റ്ററിലേക്ക് നോക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. പഴയ ആ പോളോയിലുണ്ടായിരുന്ന അതേ മാറ്റം, അതേ ഒരു സ്പീഡോമീറ്ററും എല്ലാം വന്നിട്ടുള്ളൂ. ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ആവറേജ് മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളൂ. പിന്നെ ഈ ഗ്ലാസ് മിറർ ഓട്ടോമാറ്റിക് കൺട്രോളാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നൈറ്റൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ബാക്കിൽ നിന്നൊരു വണ്ടി വന്ന് ബ്രൈറ്റ് ലൈറ്റ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് റിഫ്ലക്ഷൻ വഴി കണ്ണ് നമ്മൾ അടയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മിറർ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യാത്ത രീതിയിൽ വരും. കാരണം ആക്സിഡൻറ്റുകൾ നമ്മൾ ഒരു നിമിഷം നേരത്തെ കണ്ണൊന്ന് ബ്ലിങ്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിട്ട് അത് ഓട്ടോമാറ്റിക് കൊടുത്തിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആയിട്ട് തോന്നി. പുതിയ അപ്ഡേറ്റിൽ വന്നൊരു സംഭവമാണ്. അതെന്തായാലും നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ പിന്നെ എന്താ ബാക്ക് സൈഡിനെ പറ്റി എന്താ പറയാനുള്ളത്? ബാക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കംഫർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇരുന്ന് നോക്കിയിട്ടില്ല, തോന്നുന്നുണ്ട്. പിന്നെ സീറ്റ് ഒരു സ്ലോപ്പ് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ബാക്കിയെല്ലാം ഒരു എൽ ഷേപ്പ് സീറ്റുകളാണ്. അതെ, അത് ടൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള സീറ്റിനേക്കാൾ ഹൈറ്റ് കൂട്ടിയാണ് ചെയ്തേക്കുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ഇരിക്കുന്നവർക്കും ഫ്രണ്ട് കാണണം. അങ്ങനെയാണ് സീറ്റിന്റെ ഡിസൈൻ. പിന്നെ ഈ ഗ്ലാസ് ശ്രദ്ധിച്ചോ? അത് ഞാൻ ശ്രദ്ധിച്ചോ മീൻസ് ഞാൻ ആദ്യം സ്റ്റിക്കർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ സൺലൈറ്റ് ഒന്നും അധികം കിടക്കാത്ത രീതിയിൽ ആന്റി ഗ്ലെയർ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം അധികം ചൂടൊന്നാവില്ല വണ്ടി. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ Volkswagen പോളോയിലൊക്കെ നമ്മൾ മുമ്പ് കണ്ടിരിക്കുന്ന സെയിം ഫീച്ചറാണ്. പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഗ്ലാസ് അടഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം, 4 വിൻഡോസിലും ആന്റി പിഞ്ച് നമ്മൾ ഐ മീൻ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ വിൻഡോ ക്ലോസ് ആവില്ല. ക്ലോസ് ആവുന്ന അവിടെ എത്തുമ്പോൾ അത് സെൻസ് ചെയ്തിട്ട് അത് ക്ലോസ് ആവില്ല. അത് സേഫ്റ്റി സംഭവമാണ്. അതെ, കൈ വെച്ച് വെറുതെ ഇഷ്യൂ ആക്കണ്ട. അത് 4 വിൻഡോയിലും ചെയ്തിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂൾഡ് ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു മെഡിസിനോ അല്ലെങ്കിൽ നമുക്ക് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ വെള്ളമൊക്കെ വെച്ച് ചെറിയ രീതിയിലൊരു കൂൾഡ് ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം വേണ്ട ഒരു ഫീച്ചറാണ്. എനിക്ക് ഈ മിക്ക വണ്ടികളും അത് കാണാറില്ല, അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സേഫ്റ്റി കാര്യം എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ജർമ്മൻ വെഹിക്കിളാണ്. അത്യാവശ്യം എയർ ബാഗും ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പ്രധാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവിലും ഇന്റീരിയറിലും ഏകദേശം കാര്യങ്ങൾ ഇതൊക്കെയാണ്. എനിക്ക് അല്ല തന്നെ പോളോ ഓടിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇഷ്ടപ്പെട്ടു. കാര്യം 1 ലിറ്റർ എഞ്ചിനാണെങ്കിലും ആ ഒരു പവർ ലോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി പറക്കുക. ഈ പോളോ എന്ന വാഹനത്തിന്റെ പ്രത്യേകത അറിയാം? പ്രത്യേകത മീൻസ് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 2 കോടിയോളം കസ്റ്റമേഴ്സ് ഉണ്ട് പോളോന്. അപ്പോൾ അത് ഒരു വലിയ സക്സസ് ആണത്. ഉറപ്പായിട്ടും അതെ. കാര്യം ഇത്ര കുട്ടിക്കാരാണെങ്കിലും ഭയങ്കര ഫാൻസ് ആണ്. അത് ചെറുപ്പക്കാരായാലും ശരി, ഏജ് കാറ്റഗറി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ലേഡീസ് ആയാലും ഗേൾസ് ആയാലും പോളോ എന്ന് പറയുന്നത് ചിലർക്കൊരു വികാരമാണ്. അതെ അതെ. കാര്യം 2010 ഈ പോളോ നമ്മുടെ ഇന്ത്യൻ വിപണിയിലേക്ക് വരുന്നത്. അപ്പൊ 10 തൊട്ട് ഇതിന് ഭയങ്കര ഫാൻസാ. ഇപ്പൊ ഈ 10 കൊല്ലമായിട്ടും ഈ രൂപത്തിലൊന്നും മാറ്റമില്ലെങ്കിൽ തന്നെ ഇതിന്റെ സേഫ്റ്റിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ എഞ്ചിനുള്ള ചേഞ്ചുകൾ, പിന്നെ ചെറിയ ലൈറ്റില്, ടെയിൽ ലൈറ്റില്, ഗ്രില്ലില് അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നു. പിന്നെ GTI വന്നു. അതൊരു പെർഫോമൻസ് എഞ്ചിനാണല്ലോ. കാര്യം 2010 തൊട്ടേ നമ്മുടെ ഈ റേസിംഗ് മേഖലയിൽ, മോട്ടോർ സ്പോർട്സിലൊക്കെ ഈ വാഹനമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ ഹോട്ട് സെക്സി ലേഡി പോളോ കിടക്കുകയാണ്. നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന പോളോ TSA ആണ്. പോളോൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അത് നമുക്ക് ആതിര പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു പുതിയ മോഡൽ എന്ന് പറയുന്നത് 6th ജനറേഷൻ പോളോ ആണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് പറയത്തക്ക മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ GTA ഇൻസ്പയർഡ് ആയിട്ടുള്ള ക്രോം ഗ്രില്ല് വരുന്നുണ്ട്. ഹണി ക്രോം ഗ്രില്ലാണ് വന്നേക്കുന്നത്. അതിൽ തന്നെ ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഡബിൾ ബാരൽ ഹെഡ്ലൈറ്റ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റ് വാഹനങ്ങളിൽ ഇത് വന്നേക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന്, അതായത് ഒരു ലൈറ്റിൽ നിന്ന് തന്നെയാണ് ഡിമ്മും ബ്രൈറ്റും വരുന്നത്. എന്നാൽ ഇതിൽ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഡിമ്മിന് ഒരു ലൈറ്റും ബ്രൈറ്റിന് ഒരു ലൈറ്റുമാണ് വന്നേക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം, നമുക്ക് ബ്രൈറ്റ് ആക്കുന്ന സമയത്ത് ഈ 4 ലൈറ്റും ഒന്നിച്ചായിരിക്കും ഗ്ലോ ചെയ്യുക. പിന്നെ നോർമലി നമ്മളിപ്പോൾ കാണുന്ന പുതിയതായിട്ട് വരുന്ന വാഹനങ്ങളിലൊക്കെ LED ഹെഡ് ലാംപ്സ് ആണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ട്, കാണുന്ന പ്രേക്ഷകരും ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഇത് LED ആയിക്കൂടാ എന്ന്. പക്ഷേ നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിൽ വരുന്ന ഗുണങ്ങൾ ഒരുപാട് വിസിബിലിറ്റി കൂടുതലായിരിക്കും എന്ന് കമ്പനി തന്നെ അവകാശപ്പെടുന്ന സംഭവമാണ്. പിന്നെ ഈ ബ്രൈറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ 4 ലൈറ്റും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ വിസിബിലിറ്റി, ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി അത്രയും ഇമ്പ്രൂവ് ആയിരിക്കും എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, നമ്മൾ ഒരു ലിപ്പ്, ഇതൊരു എന്താ പറയുക, ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായിരുന്ന ഒരു പോളോ ഉണ്ടായിരുന്നു, അവനൊക്കെ ലിപ്പ് എക്സ്ട്രാ ചെയ്ത ഒരു സംഭവമാണ്. ഇതൊരു വന്നപ്പോൾ തന്നെ സ്പോർട്ടി ലുക്ക് കമ്പനി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നില്ലേ? ഇപ്പോൾ അതിലെയും ഒരു പോളോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് എന്നേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് പോളോനെ പറ്റി അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്, ഒരു അടിയിൽ നിന്ന് തന്നെ ഒരു ലിപ്പ് വന്നപ്പോൾ ഒരു സ്പോർട്ടി ലുക്ക് വന്നു. ഇതിൻ്റെ എയർ ഡാം ശ്രദ്ധിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും, നല്ല വൈഡ് ആയിട്ടുള്ള ഒരു എയർ ഡാം ആണ് വന്നിരിക്കുന്നത്. അതുമൂലം നമുക്ക് എയർ ഇൻടേക്ക് ഈസി ആയിരിക്കും. അപ്പം എൻജിൻ കുറച്ച് കൂളാവുകയും എൻജിൻ പെർഫോമൻസ്, മൈലേജ് ഒക്കെ നല്ല എഫിഷ്യൻ്റ് ആയി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ആതിര എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇത്രയും നല്ലൊരു വൈഡായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് തന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കോർണറിങ് ലാംപ്സും കൂടി ഫോഗ് ലാമ്പിൽ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വണ്ടി കോർണറിങ് ലാംപ്സ് ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളിലും വരുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ അതും നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിൻഷീൽഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല വൈഡ് ആയിട്ടുള്ളൊരു വിൻഷീൽഡാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ റെയിൻ സെൻസിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ റെയിൻ സെൻസിങ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എനിക്കും അതിൻ്റെ ഒരു ഡീറ്റെയിലൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാനും അതിൻ്റെ ഡീറ്റെയിലൊക്കെ മനസ്സിലാക്കുന്നത്. ഈ ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് അതിൻ്റെ ആവശ്യം, നമുക്ക് അതിന് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, കാര്യങ്ങളുണ്ട്, പിന്നെ എന്താണ് അതിൻ്റെ ആവശ്യം. പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു മഴ പെയ്ത് കഴിഞ്ഞ് ഒരു റോട്ടിൽ കൂടെ പോകുമ്പോൾ വേറൊരു വണ്ടി, എതിരെ വരുന്ന വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിലാണ് നമ്മൾ പോകുന്നത്, വെള്ളം തെറിപ്പിക്കാൻ സാധ്യതകളുണ്ട്. എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് നമ്മൾ വൈപ്പർ ഇടാനുള്ളൊരു ഇത് കാണിക്കും. അതൊരു ചിലപ്പോൾ എന്താ പറയുക, കുറച്ച് സമയം നമുക്ക് വിസിബിലിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല ആക്സിഡൻറ്റുകളും സംഭവിക്കാനിടയുണ്ട്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് റെയിൻ സെൻസേഴ്സ് വൈപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ സഡനായിട്ട് വൈപ്പർ ഓട്ടോമാറ്റിക്കായിട്ട് അത് വർക്ക് ചെയ്യും. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു എന്താ പറയുക, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഞാനും ഇപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ പോളോൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എ പില്ലർ എടുത്ത് പറയേണ്ട കാര്യം. അതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയാം. ഈ അടുത്ത് ഇറങ്ങിയ ഒരു മലയാള സിനിമയുടെ ക്ലൈമാക്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു പോളോ ഇടിച്ച് മറിഞ്ഞ് 3-4 പ്രാവശ്യം ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നതൊക്കെ. അപ്പോൾ അതിനുശേഷം ആ വണ്ടി കാണുമ്പോൾ വലിയ കാര്യമായ ഒരു പ്രശ്നങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഞാനും ഈ പടം കണ്ടപ്പോൾ ചിന്തിച്ചു, ഇങ്ങനെയൊക്കെ ഒരു വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറ്റാതിരിക്കുമെന്ന്. പക്ഷേ പോളോയിൽ ആണെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം ഇതിൻ്റെ എ പില്ലർ അത്രയും തിന്നും സ്ട്രോങ്ങുമാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയും സ്ട്രോങ് ഒരു ബിൽഡിംഗ് ക്വാളിറ്റിയാണ് പോളോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റിയൽ ലൈഫിലും ഇങ്ങനൊരു ആക്സിഡൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായാൽ തന്നെ സേഫ് ആണ്. ഓക്കെ, ഇതിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റേസിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാറാണല്ലോ പോളോ. കാരണം നല്ല പെർഫോമൻസ് ആണ്, ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് ഹൈറ്റ് കുറച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവിംഗും സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ്. പോളോയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള അലോയ് വീൽസ് വരുന്നുണ്ട്. 16 ഇഞ്ചാണിത്. അതുപോലെ തന്നെ 195 ആണ് ടയർ പ്രൊഫൈലും വന്നേക്കുന്നത്. പിന്നെ ഇതാ ക്യാരക്ടർ ലൈൻസ്, സാധാരണ നമ്മുടെ മുൻപുണ്ടായിരുന്ന പോളോ പോലെ തന്നെ ക്യാരക്ടർ ലൈൻസ് വന്നിട്ടുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്കും ഉള്ളതെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു പോർഷൻ വരുമ്പോൾ സാധാരണ വാഹനങ്ങളിലൊക്കെ സ്പോട്ട് വെൽഡിംഗ് ആണ് വന്നുകൊണ്ടിരുന്നത്. ഇതിൽ വരുമ്പോഴത്തേക്കും ലേസർ വെൽഡിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളം ഇറങ്ങത്തില്ല. പിന്നെ വെള്ളം ഇറങ്ങിയാൽ തന്നെ ചില വാഹനങ്ങളിലൊക്കെ ചെറിയ സൗണ്ട് കേൾക്കാം.
അപ്പോൾ ആ സൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലേസർ വെൽഡിങ് കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് ഡോറ് നോക്കുമ്പോൾ ഇതൊരു 3 സ്റ്റെപ്പ് ഓപ്പണിംഗ് ആണ്. ക്ലോസിംഗ് ആയാലും ഓപ്പണിംഗ് ആയാലും 3 സ്റ്റെപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മളൊരു വണ്ടിയൊക്കെ ഒരു ചെരിഞ്ഞ പൊസിഷനിൽ ഇടുകയാണെങ്കിൽ നമ്മൾ കയറി കഴിഞ്ഞ് ഡോർ അടയ്ക്കും. മറ്റു വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡോറ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് വന്ന് ക്ലോസ് ചെയ്യുന്നൊരു ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ അത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ 3 സ്റ്റെപ്പ് ആയിട്ട് ഇത് ക്ലോസ് ചെയ്യുക. അത് വോക്സ്വാഗൻ്റെ എല്ലാ വണ്ടികളും അങ്ങനെയാണ്. പിന്നെ ഡോർ പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയണം, ഇതിൻ്റെ ഇൻഡിക്കേഷൻ. ഓക്കെ, മിറർ പറയുമ്പോൾ മിററിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയുന്നത് ഇൻഡിക്കേഷനാണ്. എല്ലാ വണ്ടികളുള്ള പോലെ തന്നെ മിററിന് ചെറിയൊരു LED ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ചെറിയ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഓണാണോ ഓഫാണോ എന്നറിയാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ്. എല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഓഫാക്കാൻ മറക്കാറുണ്ട്. നമ്മുടെ മുമ്പിൽ തന്നെ ഒരു വാഹനം പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, അവർ ചിലപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഓഫാക്കാൻ മറന്നു പോയിരിക്കും. അപ്പോൾ നമ്മൾ അത് നോക്കി പോകുന്നുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, പല ആക്സിഡൻറ്റുകളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ ചെറിയൊരു ഫീച്ചർ കൊണ്ടുവന്ന് അത് അവർ പരിഹരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഡ്രൈവർക്കും പാസഞ്ചർക്കും അറിയാൻ പറ്റും ഓണാണോ എന്നുള്ളത്. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. ഒരുപാട് വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു ഫീച്ചറാണ്, പക്ഷേ അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്, സ്പോർട്ടി ലുക്ക് ഫ്രണ്ടിൽ നമ്മൾ കണ്ട പോലെ തന്നെ സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു സംഭവം, നമ്മൾ പുതിയൊരു വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ വണ്ടിയുടെ അടി തുരുമ്പ് പിടിക്കാണ്ടിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പോളിഷ് ചെയ്യാറുണ്ട്, പെയിൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും ഇതിന് ചെയ്യേണ്ട. വോക്സ്വാഗൻ കമ്പനി ചെയ്യുന്നത് അതൊരു ഫൈബർ കോട്ടിംഗ് ടോട്ടലി കൊടുത്തിട്ടുണ്ട്. അണ്ടർ കവർ മുഴുവൻ ഒരു ഫൈബർ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ വോക്സ്വാഗൻ്റെ വണ്ടികൾക്ക് ബോഡി വാറണ്ടി എനിക്ക് തോന്നുന്നു 6 years ആണ് ബോഡി വാറണ്ടി, ആൻഡ് പെയിൻറ്റ് വാറണ്ടി 3 years ആണ് അല്ലേ? അതിൽ വന്നേക്കുന്ന പെയിൻറ്റിങ് തന്നെ ഒരു 11 സ്റ്റെപ്പുള്ള പെയിൻറ്റിംഗ് ആണ് വന്നേക്കുന്നത്. അതിൽ പെയിൻറ്റിങ് ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ്. അതായത് പോളോ യൂസ് ചെയ്യുന്നു. അത് മാത്രമല്ല പോളോ ഒരു തരംഗമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എല്ലാവർക്കും തന്നെ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് പോളോൻ്റെ ഈ ഒരു റെഡിനോടുള്ള ആൾക്കാർക്കുള്ളൊരു ഇഷ്ടം തോന്നി. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ ടാങ്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി, അത് പണ്ട് മുതലേ അങ്ങനെയാണ്. ഒരു 45 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ടാങ്കാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോളോ 1 ലിറ്റർ TSI BS6ൻ്റെ വിശേഷങ്ങളും പെർഫോമൻസും ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം നിങ്ങൾ കണ്ടു. ഒരു വാഹനപ്രേമികൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു ചോയ്സാണ്, ഗുഡ് ചോയ്സാണ് പോളോ TSI. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു പുതിയ വാഹനവുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ ഞങ്ങൾ വരും. അതുവരെ